വർക്ക് കഴിഞ്ഞ് ഇത്തിരി പച്ചക്കറിയൊക്കെ മേടിച്ച് വീടെത്തിയപ്പോണ്ട മുടിഞ്ഞ സർപ്രൈസ്. അതുമില്ലാണ്ട് വീടിന്റെ ഉള്ളിൽ ഒരു ആൾക്കൂട്ടം. ആറുന്റെ കയ്യിലിരിപ്പിന് അപ്പൂസ് അങ്ങനെ വല്ല ഒലക്കെടുത്ത് അവളെ തലക്കടിച്ച് കാണോ? ഒരു പക്ഷെ നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. എന്ന് കയറിപ്പണ്ട ഭൂമിക്ക് ഭാരമായിട്ടുള്ള എല്ലാം ഒരേ കുടക്കീഴിലിരിക്കണം. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് 90s തള്ളു കേട്ടിട്ട് കിറിങ്ങടിച്ച് കണ്ണുപോലും കാണാണ്ടിരിക്കുന്ന സുട്ടാപ്പി. ചങ്കിന്റെ ഇരിപ്പണ്ടപ്പോ എനിക്ക് ഗർഭിണിയോട് ഓർമ്മ വന്നു. ഈ 7ാം മാസത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറി സ്വന്തം ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അവർക്ക്. അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങണവരെ വരെ പേഷ്യന്റിനെ പറ്റിച്ച് പോരാണ്ട് വീട്ടിൽ വന്നിട്ട് എന്റെ കൊച്ചിനും കൂടി പറ്റിക്കാനുള്ള തത്രപ്പാടിലാണ് ചങ്കത്തി. ഈ മോന്ത കണ്ടുകഴിഞ്ഞ അവള് രോഗിയെന്ന് പറയൂ. നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. എന്തൊരു ചൈതന്യം. കെട്ടിയതും കൂട്ടുകാരെല്ലാവരും സോംബിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി നാളെ ഞാനും സോംബി ആവുമല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്ന എന്റെ പാവം ശല്യം. പുളി കഴിഞ്ഞ് കണ്ണട നോക്കിയത് ഓർമ്മയുള്ളൂ. സാഡായിടാ, മുടിയൊക്കെ കൊഴിയണ്ടാ. പിന്നെ ആകെയുള്ളൊരു സമാധാനം ഇവനൊക്കെ കാണുമ്പോഴാണ്. നോക്കിയപ്പോ ഒരു 32 ഇഞ്ച് ടിവിയും ചന്ദനമഴ സീരിയലും നടക്കുന്നുണ്ട് അവിടെ. മൂട് പോയി ഇനി ഫുഡ് അടിച്ചിട്ട് തന്നെ കാര്യം. ഫുഡ് അടിക്കുമ്പോൾ ഞങ്ങൾ അധികം മിണ്ടാറില്ല, കാരണം കോൺസെൻട്രേഷൻ മുഖ്യം പിക്കില്ല. അപ്പൊ വേഗം പരിപാടി തീർത്ത് നമുക്ക് ചീട്ടുകളി തുടങ്ങാം. ചീട്ടുകൾ ഇന്ന് രസം പിടിച്ചൊന്ന് പകുതിയായി വന്നില്ല, അപ്പോഴേക്കും കരഞ്ഞടോ. എന്റെ ശല്യത്തിന്റെ ഭാര്യ എല്ലാം പഠിച്ചു, ചീട്ടുകളി ഒഴിച്ച്. പാവട എല്ലാരും കൂട്ടിട്ട് കളിയാക്കിടോ. ഇനി ഞാനായിട്ട് മാത്രം മാറിയുന്ന ബാക്കി എല്ലാവർക്കും ഫീൽ ആവില്ലേ? കഥ ഇവിടെ തീർന്നില്ല കേട്ടാ. ഇതാണ് അധ്യായം 1. ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത 2 കളികളിൽ അവള് ജയിച്ചടാ. അപ്പൊ അടുത്ത് തോറ്റുന്നുള്ളതല്ലേ? അത് പറയല, ഈ ചീട്ടുകളി ആരോഗ്യത്തിന് ഹാനികരാട്ടാ. കണ്ണൊന്ന് പാളിപ്പ കണ്ട കാഴ്ച എന്തൊക്കെയോ കുത്തി കോരിടുന്നുണ്ട്. ദൈവം, ഇതിനൊക്കെ വലിയ അർത്ഥം ഉണ്ടാവാവോ? വെറുതെ അല്ലേ ഇവള് ഫാർമസിസ്റ്റ് ആയി, ഇതിനൊക്കെ അർത്ഥം ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കിളി പോയ ടീം ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ട് അവരും അറിയട്ടോ.